ബീഹാറിൽ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി. മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. ഒഴിവാക്കിയവരുടെ വിവരം നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഏതെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്? അജയ്, ബീഹാറിൽ ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് 22 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് SIR-മായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചു. അതിനാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് അത് നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എഴുതി നൽകാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കമ്മീഷൻ ഒഴിഞ്ഞു മാറില്ല എന്ന് വിശ്വാസമുണ്ടെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ നവംബർ 4-നാണ് ഈ ഹർജികൾ ഇനിയിപ്പോൾ പരിഗണിക്കാൻ പോകുന്നത്. നവംബർ 4-ലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതി സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബീഹാറിൽ ഇനിയിപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പിന് 22 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നവംബർ 6-ാം തീയതിയും നവംബർ 11-ാം തീയതിയുമാണ് 2 ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ പ്രചരണമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കമ്മീഷനെതിരെ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ട് ആരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളത് കൃത്യമായി നൽകണമെന്ന് ഇപ്പോൾ ഹർജിക്കാരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് നവംബർ 4-നാണ് ഈ ഹർജികൾ വീണ്ടും വാദം കേൾക്കുക. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.